വിവരാവകാശ നിയമത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയും CPI നേതാവ് കാനം രാജേന്ദ്രനും തമ്മിലുള്ള തർക്കം തുടരുന്നു. ക്യാബിനറ്റ് തീരുമാനങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് സംബന്ധിച്ച പിണറായിയുടെ സംശയങ്ങൾ തീരുന്നില്ല. മാത്രമല്ല, വിവരാവകാശ നിയമപ്രകാരം സ്ഥിരം വിവരം തേടുന്നത് ദുരുപയോഗത്തിൻ്റെ ഗണത്തിലും പിണറായി പെടുത്തുന്നു. കാനത്തിൻ്റെയും CPIയുടെയും വിമർശനത്തിൻ്റെ ഉദ്ദേശശുദ്ധി പിണറായി ചോദ്യം ചെയ്തതിന് കാനം മറുപടിയും പറയുന്നു. മന്ത്രിസഭാ യോഗത്തിൻ്റെ കാര്യമെടുത്താൽ ചില തീരുമാനങ്ങൾ പുറത്തു പോകും മുൻപ് നടപ്പാക്കേണ്ടതുണ്ടാകും. അതപ്പോൾ ആദ്യം പുറത്തു കൊടുക്കില്ല. കാരണം പുറത്തു കൊടുത്താൽ നടപടി നിരർത്ഥകമായി എന്ന് വരും. ക്യാബിനറ്റ് നോട്ടുകൾ തീരുമാനമെടുക്കുന്നത് വരെ അതിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം. അത് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ക്യാബിനറ്റ് നോട്ടിൻ്റെ തീരുമാനം പബ്ലിക്കായി, അപ്പോൾ പിന്നെ അതിൻ്റെ രഹസ്യ സ്വഭാവമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളും ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടി ഭരണകൂടത്തിൻ്റെ നടപടികൾ സുതാര്യമാക്കാനും ജനങ്ങൾക്കുടെ അവകാശങ്ങൾ സ്ഥാപിക്കാനും അതുവഴി ജനാധിപത്യം ശക്തിപ്പെടുത്താനും ആ നിയമം കൊണ്ട് കഴിയും എന്നതാണ് അതിൻ്റെ സങ്കല്പം. അത് വേണ്ടാന്ന് വെക്കാൻ ആർക്കും അധികാരമില്ല. വ്യക്തിപരമായ ദുരുദ്ദേശങ്ങൾക്കായി ഈ സംവിധാനത്തെ ദുരുപയോഗിക്കുന്നവരുമുണ്ട്. അത് കാണാതിരിക്കേണ്ട കാര്യമില്ല. ആ ഭാഷയിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. ആ രീതിയിൽ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് ഈ നിയമം നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാനും അതിനെ ശക്തിപ്പെടുത്താനും ബാധ്യതപ്പെട്ടവരാണ് ഇടതുപക്ഷം. നീ എന്തുവാടേ പറയുന്നത്? തണുപ്പത്ത് പീഡിയത്തിനെ കിടന്ന് നിന്റെ പിരികളായി പോയടാ. ഇക്കണക്കിന് പോയാൽ നിന്റെ പിരി ഓരോന്നായിട്ട് ഞാൻ ഇളക്കും. നീ കിളക്കും. ജനകീയ പ്രശ്നങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ പലപ്പോഴും അഹിതമായ അഭിപ്രായങ്ങളും പലപ്പോഴും നമുക്ക് പറയേണ്ടി വരും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അഭിപ്രായങ്ങൾ പറയാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിഞ്ഞു എന്ന് വരികയില്ല. സാധാരണ ഒഴുക്കിനൊപ്പം നീന്തുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിന് സാധിക്കും. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ ഒഴുക്ക് മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിനൊപ്പം നിൽക്കേണ്ടത് ഇടതുപക്ഷമാണ്. അത് ശല്യമാണെന്ന തരത്തിലുള്ള നേരിയ സംശയം പോലും കമ്മ്യൂണിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് വരുന്നത് നിർഭാഗ്യകരമാണ്. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.